ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു വാൻജോ ഡിസൈനിൽ ഒരു ഭയങ്കര കളർഫുള്ളാക്കിയിട്ട് എന്താ ഭയങ്കരമായിട്ട് ഹെവി ആയിട്ടുള്ളൊരു ഡിസൈൻ കണ്ടാലോ. അപ്പോൾ വാൻജോ കേക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഒറ്റ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്ത് ചെയ്യാന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. 1 kg കേക്ക് നമ്മൾ ബേക്ക് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇത് 2 കേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ സമയത്ത് നമ്മൾ 2 kg ബാറ്റർ ഉണ്ടാക്കിയിട്ട് 1 kg ഒരു ടിന്നിലേക്ക് ഒഴിക്കും. ബാക്കി വരുന്ന 1 kg ബാറ്ററിലേക്ക് ചോക്ലേറ്റ് പൗഡറും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. വാൻജോ നട്ട്സ് ഒക്കെ ചേർത്ത് നല്ല റിച്ച് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അന്നത്തെ ഫുഡ് എന്ന് പറയുന്നത് മാക്രോൺസ് ആണ്. പാസ്ത, മാക്രോൺസ് അങ്ങനെയൊക്കെ പറയും. നമ്മൾ ചെമ്മീൻ വെച്ചിട്ടുള്ള ചെമ്മീൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ ചെമ്മീൻ ഏത് വിധത്തിൽ എങ്ങനെ ചെയ്താലും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് സീ ഫുഡ് ഐറ്റംസിൽ ഒരാളാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞു. പിന്നെ കുറച്ച് കാർഗും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫേവറേറ്റ് ഐറ്റംസിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ ഈ ഫെറോറി, റാഫല്ലോ, പിന്നെ വേറെ ഏതോ ഒരു പേരിട്ടാത്തൊരു സാധനം കൂടി അതിൻ്റെ അടുത്തുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് നട്ട്സ്. ഇതിപ്പോൾ നമ്മൾ ആ ഒരു വാൾനട്ട്, പല ട്രെൻഡിങ് ഐറ്റംസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നട്ട്സ് വേണം. പിന്നെ പിസ്ത, കാഷ്യൂ, ബദാംസ്, അതൊക്കെ എടുത്ത് സെറ്റ് ചെയ്യാനുണ്ട്. പിന്നെ ഇടയ്ക്ക് എനിക്ക് കഴിക്കാനും ഇഷ്ടമാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാനിതെടുത്ത് കഴിക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്, നട്ട്സും കാര്യങ്ങളായാലും എന്ത് ഐറ്റംസ് ആയാലും നമ്മൾ അളവിൽ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഹെൽത്തിന് ഗുണത്തെക്കാളും ദോഷമാണ് വരിക. അപ്പോൾ ഹെൽത്തിന് ആവശ്യത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ അമൃതമായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അളവിൽ കൂടിക്കഴിഞ്ഞാൽ അമൃതം വിഷം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. അപ്പോൾ ആ ഒരു കൂട്ടത്തിലുള്ള ഫെറോറയുടെ ഡ്യൂപ്ലിക്കേറ്റുള്ള ഒരു ഐറ്റമാണ്. ഡ്യൂപ്ലിക്കേറ്റ് അല്ല കേട്ടോ, അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടാവുമായിരിക്കും. ഞാൻ ആ ഒരു ചോക്ലേറ്റും കൂടെ കഴിച്ചു. കാരണം ഫെറോറയും റാഫലൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ചിട്ടുള്ളതാണ്. ഈ ഒരു ചോക്ലേറ്റ് ഒരു വേറെ ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ചതിന് ശേഷം സെക്കൻഡ് ഐസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബ്രൗൺ കളർ ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് നമ്മൾ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. ഉള്ളിലെ ഫില്ലിങ്സ് എന്ന് പറയുന്നത് വാൻജോ ആണ്. പിന്നെ പുറമെ ഞാൻ ഈ ഒരു രീതിയിൽ നോർമലി പ്ലെയിൻ ആയിട്ടുള്ള ഡിസൈനിങ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹെവി വർക്കും പിന്നെ ഗനാഷും കൊടുക്കുന്നുണ്ട്. നോർമലി നമ്മുടെ വാൻജോക്ക് കൊടുക്കുന്ന ഗനാഷില്ലേ. പിന്നെ പറയാൻ വിട്ടുപോയി, നമ്മുടെ വീഡിയോസ് ലൈക്ക് ചെയ്യാത്ത ആൾക്കാരൊന്ന് വേഗം ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. കുറച്ച് ആൾക്കാർ പറയാറുണ്ട് ലൈക്ക് ചെയ്യാൻ പറയുമ്പോൾ മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ എന്ന്. എന്നെ ഓർമ്മ ഒട്ടും ഇല്ലാത്ത ആൾക്കാരായിരിക്കും നമ്മളെ ചാനൽ യൂസ്ഫുൾ ആയിട്ടും ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര മടി കാണിക്കുന്ന ആൾക്കാരെ ഒന്ന് വേഗം ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. അപ്പോൾ ഈ ഒരു കേക്ക് നമ്മൾ സെക്കൻഡ് ഐസിങ് ചെയ്തിട്ട് നല്ല ഷാർപ്പ് എഡ്ജ് തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ കേക്ക് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് സെക്കൻഡ് ഐസിങ് ചെയ്യുമ്പോൾ എളുപ്പമായിട്ട് നമുക്ക് ഷാർപ്പ് എഡ്ജ് ചെയ്യാനും എളുപ്പത്തിൽ നമുക്കെല്ലാം നീറ്റ് ആക്കാനും പറ്റും. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, എന്തിനാ അങ്ങനെ ഫ്രീസറിൽ കൊണ്ടുവെക്കണേ, കട്ടയായി പോവില്ലേ, കട്ടയായി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഭയങ്കര കല്ലിച്ചിട്ടുള്ള അവസ്ഥയാവില്ല. അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മൾ ആ പുറമേ ഉള്ള ക്രീം നന്നായിട്ടൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അതായത് ക്രം കോട്ട് ചെയ്യുന്ന സമയത്ത് ആ ക്രംസ് പുറത്തോട്ടേക്ക് തള്ളി വരാതിരിക്കാനും ക്രംസ് സ്പ്രെഡായി പോവാതിരിക്കാനും ആണ് ഫ്രീസറിൽ വെക്കാൻ പറയുന്നത്. ഫ്രീസറിൽ അല്ലെങ്കിൽ ഫ്രിഡ്ജിലായാലും വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. പിന്നെ അങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഗനാഷ് ഒഴിക്കുമ്പോൾ ഒരുപാട് തിക്കായിട്ടുള്ള ഗനാഷും പാടില്ല, ഒരുപാട് ലൂസായിട്ടുള്ള ഗനാഷും പാടില്ല. ഇപ്പോൾ ഒഴിക്കുന്ന ആ ഒരു ഫ്ലോയിങ് കൺസിസ്റ്റൻസി ഞാൻ ഒഴിക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഗനാഷ് ഞാനൊരു സൈഡിൽ മാത്രമായിട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് സ്ക്രീപ്പർ വെച്ചിട്ട് ഒന്ന് സ്ക്രീപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്ക്രീപ്പ് ചെയ്യുന്ന സമയത്ത് സൈഡിലൊക്കെ ഡ്രിപ്പിംഗ് ആയിട്ടും പോകുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കൊടുത്തതിന് ശേഷം ജസ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നത് നമ്മളെല്ലാ ഭാഗത്തും ഒരേപോലെ ലെവലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഞാനിവിടെ ദോശ ചുടുന്ന ആ ഒരു തവി കൊണ്ടാണ് കേട്ടോ ഡ്രിപ്പിങ് കൊടുക്കുന്നത്. കാരണം വേറെ 2-3 കേക്ക് ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ഗനാഷ് എടുത്തൊഴിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാട്ടോ ഇത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിലർ വിചാരിക്കും ഇതെന്താ കേക്കിൽ ദോശ ചൂടാൻ പോകുന്നുണ്ടോ എന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഞാൻ ആ ഒരു ഡ്രിപ്പിങ്ങും കൂടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജസ്റ്റ് ആ ഒരു ഗനാഷ് നമ്മൾ സ്പൂണ് വെച്ചിട്ട് ഇവിടേക്ക് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരുപാട് കേക്കിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എപ്പോഴും പൈപ്പിംഗ് ബാഗ് യൂസ് ചെയ്തിട്ടാണ് ഡാർക്ക് ചോക്ലേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്, പൈപ്പിംഗ് ബാഗ് എടുക്കാനുള്ള മടി കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. അങ്ങനെ ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിൽ സ്പൂൺ വെച്ചിട്ടാണ്. കാരണം നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിട്ട് ഭയങ്കര കട്ടയായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇത് നമ്മൾ ഒരു മീഡിയത്തിൽ വെക്കുന്നതുകൊണ്ടാണ് ഒരുപാട് അങ്ങ് കട്ടയായിട്ട് നിൽക്കാത്തത്. എങ്കിലും നമ്മൾ സ്പൂൺ വെച്ച് ചെയ്യുന്നതിൻ്റെ ആ ഒരു പെർഫെക്ഷൻ തന്നെയാണ്. പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുന്നതിൻ്റെ ഒരു പെർഫെക്ഷൻ അത് വേറെ തന്നെയാണ് കേട്ടോ. സ്പൂണിനേക്കാളും ഭംഗി ഉണ്ടാവുക നമ്മുടെ പൈപ്പിംഗ് ബാഗ് വെച്ച് ചെയ്യുന്നതാണ്. പിന്നെ ഞാൻ വേറൊരു കേക്കിന് ചെയ്ത ഡിസൈനിൻ്റെ ക്രീം കുറച്ചുണ്ട്. പിന്നെ അത് ബ്ലൂവും റെഡും കൂടിയിട്ട് മിക്സ് ചെയ്തിട്ടാണ്
ആ ഒരു ക്രീം എടുത്തിട്ട് ലീഫ് നോസിൽ നിന്നുള്ള ആ ഒരു നോസിൽ ഇട്ടതിന് ശേഷം ജസ്റ്റ് പൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാൻ അത് കുറച്ച് കഴിഞ്ഞ സമയത്ത് ആ ഒരു ലീഫ് മാറ്റിയിട്ട് വേറെ ലീഫും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു 3 പെറ്റൽസ് വരുന്ന രീതിയിലുള്ള ഈ ഒരു ഫ്ലവേഴ്സാണ് നമ്മൾ ആദ്യം കൊടുക്കുന്നത്. കൊടുത്തിട്ടുള്ള കളർ എന്ന് പറയുന്നത് യെല്ലോ കളർ, ഗോൾഡൻ യെല്ലോ കളർ മിക്സ് ചെയ്തിട്ട് അത് പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒരു സൈഡിൽ മാത്രം റെഡ് കളർ കൊടുത്തു. ആ ഒരു നോസിലിൻ്റെ ചെറിയ ഡിപ്പ് വരുന്ന ഭാഗത്ത് റെഡ് കളർ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു ഫ്ലവേഴ്സ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു നോസിൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ റോസ് ഫ്ലവേഴ്സ് പരക്കുന്ന പെറ്റൽ നോസിലാണ് കേട്ടോ. അത് 100ൻ്റെ 44 ഉണ്ട്, പല നമ്പേഴ്സിൽ വരുന്നുണ്ട്, പല ബ്രാൻഡിൻ്റെത്. അപ്പോൾ ചിലതിന് എനിക്ക് നമ്പേഴ്സോ പേരോ ഒന്നും ഇല്ലാത്ത ഫ്ലവേഴ്സ് നോസിലാട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊന്നും നമ്പറും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം ആദ്യം തന്നെ ഞാൻ 3 പെറ്റൽസ് വലിപ്പത്തിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് പെറ്റൽസ് വരക്കുന്നത് ഞാൻ വേറെ വീഡിയോസ് ഒരുപാട് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരുപാട് പെറ്റൽസ് വരുന്നത് ഇത് വെറും 3 പെറ്റൽസ് മാത്രമേ വരുന്നുള്ളൂ. സെൻറ്ററിൽ ഒന്ന് കുത്തനെ വരുന്ന രീതിയിലും ആട്ടോ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഒരു വലിയ ഒന്ന് കൊടുക്കുക, അതിൻ്റെ താഴെയായിട്ട് വേറൊന്നും കൂടെ കൊടുക്കുക. അങ്ങനെ 3 എണ്ണം വരച്ചതിന് ശേഷം കുത്തനെ പിടിച്ചിട്ട് നമ്മളൊരു റൗണ്ട് വട്ടത്തിലും കൂടെ ഒന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും വരച്ച് ഞാൻ അവിടെ അവിടെയൊക്കെ ആയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ആദ്യം ഞാൻ കുറച്ച് സിമ്പിളായിട്ട് ചെയ്തെങ്കിലും പിന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹെവിയായി. നമ്മൾ ചില സംഭവവും ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ഫ്ലവേഴ്സും ഡിസൈൻസും ഒക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതൊക്കെ ചെയ്ത് ഒരുപാട് അങ്ങ് ഹെവി ആയി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കൂടുതലും സിമ്പിളായിട്ട് ചെയ്യുന്നതാണ് ഇഷ്ടം. അപ്പോൾ ചെയ്ത് വന്ന് ലാസ്റ്റ് ഒരുപാട് ഹെവി ആയതിനു ശേഷം ഞാൻ കുറേ ലീഫ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആദ്യം. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഈ ഒരു നോസിലിൻ്റെ ഇത് മാറ്റിയിട്ട് ഗ്രീൻ തന്നെ യൂസ് ചെയ്തിട്ട് വീണ്ടും ലീഫും കാര്യങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എപ്പോഴും നമ്മൾ ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒന്നും വരച്ചിട്ടുള്ള ഇത് വരക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ടുള്ള ഡിസൈൻസ് വരക്കാം. അല്ലെങ്കിൽ വാൻജോ കേക്കിന് ചോദിക്കുന്ന സമയത്ത് വാൻജോൻ്റെ നോർമൽ ഡിസൈൻ, വാൻജോൻ്റെ ആ ഒരു ഡിസൈന് മാത്രമായിട്ട് കൊടുക്കാൻ നിൽക്കരുത്. മാക്സിമം വാൻജോനെ തന്നെ വെറൈറ്റി ആക്കിയിട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിൽ ജസ്റ്റ് 1-2 ഫ്ലവേഴ്സോ അല്ലെങ്കിൽ വാൻജോൻ്റെ ഡിസൈനിന് തന്നെ കുറച്ചൊരു മാറ്റം വരുത്തിയിട്ടോ ചെയ്യുക. നമ്മൾ കസ്റ്റമേഴ്സിന് എപ്പോഴും ഒരു ലോക്കലി ഡിസൈനിങ് ചെയ്ത് കൊടുക്കാതെ, അതായത് നോർമൽ വാൻജോ ഡിസൈന് ബ്ലാക്ക് ഫോറസ്റ്റിന് പറയുമ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് നമ്മുടെ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക. അങ്ങനെയുള്ള ഡിസൈനൊക്കെ ഒന്ന് മാറ്റി പിടിച്ചിട്ട് കുറച്ചൊന്ന് വെറൈറ്റി ആക്കാൻ ശ്രമിക്കുക. ഇതുപോലെ ഭയങ്കരമായിട്ട് ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കാമെന്നല്ല കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെയ്ത് കുറേ ഫ്ലവേഴ്സ് ആയതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ആ ക്രീം ഏതായാലും ഫുൾ ഫില്ലാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് വരക്കാമെന്ന്. പിന്നെ അതിന് ശേഷം ഞാൻ ലീവ്സ് ഡാർക്ക് ലീവ്സാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ ഈ ഒരു ലീവ്സ് വരക്കുന്ന സമയത്ത് ഗ്രീനിലേക്ക് ചെറിയൊരു ടച്ച് ബ്ലാക്കും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു ഡാർക്ക് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ലീഫ് ഞാൻ അവിടെ ഇവിടേക്ക് ആയിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലീവ്സ് തന്നെ കുറേ ടൈപ്പിൽ വരുന്നുണ്ട് കേട്ടോ നോസിൽ. അപ്പോൾ കുറച്ച് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് ലീഫാണ് കൂടുതൽ നല്ലതെന്ന്. നമ്മൾ ഏറ്റവും ചെറുതും വാങ്ങണ്ട, ഏറ്റവും വലുതും വാങ്ങണ്ട, ഒരു മീഡിയം സൈസിലുള്ളത് മാക്സിമം വാങ്ങാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ലീവ്സ് നമ്മൾ 2 ടൈപ്പിലായിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ ജസ്റ്റ് അതിൻ്റെ ഒരു മൊട്ട് പോലെ, ആ ഒരു ഫ്ലവേഴ്സിൻ്റെ മൊട്ട് പോലെ ആക്കിയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഡിസൈൻ ചെയ്തതിന് ശേഷം താഴെയും ലീവ്സ് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഫുള്ളായിട്ട് ആ ഒരു കേക്ക് ഫുള്ളായിട്ട് ഭയങ്കര ഓണത്തിന് പൂക്കളിട്ട പോലെ ആക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം സിമ്പിളായിട്ട് തുടങ്ങിയതാണെങ്കിലും പിന്നെ ഹെവി ആയിട്ട് മാറിയത് ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല. പിന്നെ സെൻട്രലായിട്ട് കുറച്ച് ഷുഗർ ബീഡ്സ് ചെറുതും വലുതും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം നമ്മൾ ഏതെങ്കിലുമൊക്കെ ഫ്ലവേഴ്സ് വരക്കുന്ന സമയത്ത് അതിന് ഷുഗർ ബീഡ്സ് ഇട്ടുകൊടുക്കാനും എന്തെങ്കിലുമൊക്കെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും എല്ലാവരോടും നമ്മുടെ സ്റ്റുഡൻസിനോട് അടക്കം പറയുന്ന കാര്യമാണ്, ഷുഗർ ബീഡ്സൊക്കെ നമ്മൾ കേക്കിൽ ഫുള്ളായിട്ട് വാരി വിതറി ഇടുന്നതിന് പകരം ഒരു ഓൾട്ടർനേറ്റീവായിട്ടുള്ള എവിടെയെങ്കിലും ഒരു സ്ഥാനത്ത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാതെ വാരി വിതറി കേക്കിന് ഫുള്ളായിട്ട് മുകളിലും കേക്കിന് സൈഡിലും ഒക്കെ വാരി വിതറി ഒരിക്കലും ഇടാൻ ശ്രമിക്കരുത്. ആ ഒരു ഭംഗി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാട്ടോ. പിന്നെ ഫോണ്ടൻറ്റിൽ ഹാപ്പി ബർത്ത്ഡേയും കൂടെ എഴുതിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ടുള്ള ഡെക്കറേഷൻസും അത് കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അന്നത്തെ ദിവസം കുറച്ച് ഹെവി വർക്കും കാര്യങ്ങളൊക്കെ ആയ സമയത്ത് ജസ്റ്റ് ഒന്ന് പുറത്തുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അൽഫാം 2 ടൈപ്പിലായിട്ട്, കാന്താരി അൽഫാമും പിന്നെ
നമ്മൾ നോർമലി സ്പൈസി ഐറ്റംസൊക്കെ. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇതുപോലത്തെ വീഡിയോസ് ഇടുന്ന സമയത്ത് കുറച്ച് പേര് ചോദിക്കാറുണ്ട്, നമ്മളെ കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ട് കൊതിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല കേട്ടോ, ജസ്റ്റ് നമ്മൾ വീഡിയോസിൽ ഉൾപ്പെടുത്തുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് പുതിയ പുതിയ ഫ്ലേവേഴ്സിലുള്ള ഡിഷസ് പരിചയപ്പെടാനും പിന്നെ അതും മാത്രമല്ല നമുക്ക് വേറെ ഏതെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കമൻറ്റിലായിട്ട് വന്ന് പറയാറുണ്ട്, ഇൻസ്റ്റയിലൊക്കെ വന്ന് പറയാറുണ്ട്, ഇന്ന സ്ഥലത്ത് നല്ല ഫുഡാണ്, അവിടെ നല്ല ഫുഡാണ്, ഇവിടെ നല്ല ഫുഡാണ്. അപ്പോൾ നമ്മൾ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചാൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നേക്കല്ല കേട്ടോ.